നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 6-ാം തീയതി 1201 ആണ്ട് മിഥുന മാസം 22-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കൾ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ ദിവസമാണ്. ഒരാഴ്ചയുടെ ആരംഭമാണ്. ആഴ്ച ആരംഭത്തിൽ നമുക്ക് നല്ല സമയം കിട്ടിയില്ലെങ്കിൽ, നല്ല ദിവസം അല്ലെങ്കിൽ നല്ല നക്ഷത്രം വന്നില്ലെങ്കിൽ ആ ഒരാഴ്ച തന്നെ ലാഗിങ് ആയിപ്പോവും. ഇന്നാവട്ടെ നക്ഷത്രം വന്നിരിക്കുന്നതും പൂരുരുട്ടാതി നക്ഷത്രം. ശുഭനക്ഷത്രമാണ്, ശുഭ ദിവസവുമാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാം. ധൈര്യമായിട്ട് രാവിലെ എണീറ്റ് തുടങ്ങിക്കൊള്ളണം. ഓരോ കാര്യങ്ങൾക്ക് പോകണം. പോകുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് പോവും, ഐശ്വര്യപ്രദമായി മാറും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസത്തെ സന്തോഷത്തോടു കൂടി വരവേൽക്കണം. ഒരു കാര്യവും മാറ്റിവെക്കാൻ നിൽക്കരുത്. നല്ലൊരു ദിവസം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ ദിവസം നമുക്ക് ഒരാഴ്ചയിൽ തന്നെ എല്ലാ ദിവസവും നല്ലത് കിട്ടണമെന്നില്ല. കിട്ടുന്ന ദിവസത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും കൊള്ളാം. പുതിയ എന്തെങ്കിലും സംരംഭത്തിന് തുടക്കം കുറിക്കാനായാലും ശരി, അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങാനായാലും ശരി, പുതിയ എഗ്രിമെൻറ്റുകൾക്ക് വയ്ക്കാനായാലും ശരി, കൊള്ളാവുന്ന ദിവസം തന്നെയാണ്. പൂരുരുട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ, മിഥുന മാസത്തിലെ പൂരുരുട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കണം. അവർക്ക് ബാക്കി പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഫലമല്ല ഞാൻ പറഞ്ഞത്. മിഥുന മാസത്തിലെ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമാണ്. സാമ്പത്തിക നേട്ടത്തിനും അതുപോലെ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വരാനും പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഒക്കെ ഇടവരുന്ന ഒരു വർഷക്കാലമാണ്. ഇപ്പോൾ സാമ്പത്തിക പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഒക്കെ ഇടവരുന്ന അവസ്ഥാവിശേഷം നമുക്ക് വരും. പ്രധാനമായിട്ട് വീട് വെക്കാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ്. അതുപോലെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർ, വിദേശത്തിരിക്കുന്നവർ, മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കുടുംബത്തെ വിദേശത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്ക് ഒക്കെ, അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അപ്പം നിങ്ങൾ ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അതുപോലെ തന്നെ ഇന്നും നല്ല ദിവസമാണ്. ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാവിലെ രാവുകാലം തുടങ്ങിയാണ്. രാവിലെ കലണ്ടറിൽ 7 മണി മുതൽ 9 മണി വരെ നീട്ടിയിട്ടുണ്ടെങ്കിലും 7:47 രാവുകാലം തുടങ്ങുകയുള്ളൂ. അത് നോക്കി വേണം പോകാൻ. 9 മണിക്ക് രാവുകാലം തീരൂല. 9:31 രാവുകാലം തീരുള്ളൂ. 9:31 9:21 രാവുകാലം തീരുള്ളൂ. അപ്പോൾ ഈ രാവുകാല സമയം നോക്കി 9 മണിക്ക് രാവുകാലം തീർന്നു എന്ന് പറഞ്ഞിറങ്ങി 9:21 വരെ രാവുകാല സമയമുണ്ട്. കാരണം രാവുകാലം നോക്കി, നല്ലൊരു ദിവസമാണ്, രാവുകാലം നോക്കി ഇറങ്ങണം. അതേപോലെ തന്നെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഓരോ ശുഭകാര്യങ്ങൾക്ക്, യാത്രയ്ക്ക് മാത്രമേ രാവുകാലം നോക്കേണ്ടതുള്ളൂ. മറ്റ് കാര്യങ്ങൾക്ക് ഗുളികകാല സമയവും യമകണ്ഠ കാല സമയത്തിനും പ്രാധാന്യം കൊടുക്കണം. ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 2:03 തൊട്ട് 3:36 വരെയും, യമകണ്ഠ കാല സമയം 10:55 തൊട്ട് 12:29 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം, അല്ലാതെ തന്നെ മുഹൂർത്തം ഉണ്ട് എങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:05 തൊട്ട് 12:53 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട്. മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത്. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വസ്ത്രത്തിൽ
ശരിക്ക് വെള്ള വസ്ത്രമോ പേളിൻ്റെ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രവും കൂടി ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. നമ്മളിലേക്ക് ചന്ദ്രൻ്റെ പോസിറ്റീവ് എനർജി വലിച്ചെടുക്കാൻ സഹായിക്കും. ചന്ദ്രനാണ് മനകാരകൻ. അപ്പോൾ മനസ്സിന് സന്തോഷവും സമാധാനവും തരും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.